ഹലോ വെൽക്കം ബാക്ക് ടു നെസീസ് ടേസ്റ്റി വിൻസ്. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പിസ്സ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. ഇതിൻ്റെ ബേസ് ഡോ എങ്ങനെ സോഫ്റ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാം എന്നും പിന്നെ എളുപ്പത്തിൽ പിസ്സ സോസ് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുമൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ OTGയിലാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്കിത് ഗ്യാസ് സ്റ്റോപ്പിലും വളരെ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ഒരു 1/3 കപ്പോളം ചെറു ചൂടുള്ള പാലെടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഈസ്റ്റും 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ടുള്ള ഫ്ലോർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരിപ്പയിലോട്ട് 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോൾ ഫ്ലോർ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ അരിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു ഡോയിൽ ഭയങ്കരമായിട്ട് ഒരു വ്യത്യാസം കാണാൻ പറ്റും കേട്ടോ. അത്രയും ആ ഒരു ടേസ്റ്റും സോഫ്റ്റ്നെസ്സും ഒക്കെ നമുക്ക് ആ ഒരു ഡോക്ക് കിട്ടും. അപ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ആക്റ്റീവ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈസ്റ്റും പിന്നെ 1 കപ്പ് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 1 സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 3 കപ്പ് ഫ്ലോറിലോട്ട് ഞാനിവിടെ 1 കപ്പ് ചെറു ചൂടുള്ള വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ചെറു ചൂടുള്ള പാലാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. ഇതുപോലെ ഒരു സ്പൂണ് വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം വേണം നമുക്ക് കൈ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. സ്പൂണ് വെച്ച് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കൈ വെച്ച് നല്ലപോലെ ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുവാണ്. ഒരു 5-10 മിനിറ്റ് ഇതുപോലെ നല്ലപോലെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ആ ഒരു ഫ്ലോറിൻ്റെ കൂടെ തന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്നില്ല, ആ ഒരു സമയത്ത് തന്നെ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ആ ഒരു സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നമ്മുടെ ഡോ അതിലോട്ട് വെച്ച് കൊടുക്കാം. ഡോയിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് അടച്ചു വെക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ഇനിയിപ്പോൾ തണുപ്പുള്ള ഏരിയയിലാണെങ്കിൽ നിങ്ങൾക്ക് ഓവൻ്റെ ഉള്ളിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം വെക്കാവുന്നതാണ്. അതുപോലെ ചൂടുള്ള വെള്ളത്തിൽ ഈ ഒരു ബൗൾ വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം ചൂടുള്ളതുകൊണ്ട് ഒരു 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് ഡോ പൊങ്ങി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ ഇത് പൊങ്ങി വരാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് കുറച്ച് സമയം കൂടെ മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ ഇതൊന്നും കൂടെ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്തൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഡോ അത്രയും പെർഫെക്റ്റ് ആക്കി എടുക്കാവുന്ന അത്രയും പെർഫെക്റ്റ് ആക്കി എടുക്കുക, എന്നാലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പിസ്സ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഞാൻ നല്ലപോലെ ഒന്നും കൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബൗളിൽ ഈ ഒരു ഡോ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് സമയം കൂടെ അടച്ച് വെച്ച് നമുക്ക് മാറ്റി വെക്കാം. ഒരു 1/2 മണിക്കൂർ മാറ്റി വെച്ചാൽ മതിയാവും അത്യാവശ്യം ചൂടുള്ള ഏരിയയിലാണെങ്കിൽ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ 1/2 മണിക്കൂർ മാത്രമേ ഇത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് ഇത് എനിക്ക് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം ഈ ഒരു ഡോ മാറ്റി വെക്കുന്നു അത്രത്തോളം നമുക്ക് ബേസിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നിലനിർത്താൻ സാധിക്കും. ബേസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് മുഴുവനായിട്ടും ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 പോർഷൻ ആക്കാം, അല്ലെങ്കിൽ 2 പോർഷനൊക്കെ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ബേക്കിംഗ് ട്രേയിലാണ് ഈ ഒരു പിസ്സ തയ്യാറാക്കി എടുക്കുന്നത്. ഞാൻ ഇതിലോട്ട് 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ ഫുള്ളായിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏതൊരു പാത്രത്തിലാണോ തയ്യാറാക്കിയെടുക്കുന്നത്, ഇനിയിപ്പോൾ പാനിലാണെങ്കിൽ അതായത് ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ ആ പാനിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഡോ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ കൈ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു 1/2 പോർഷന് പിസ്സ മതിയെങ്കിൽ അപ്പോൾ നമ്മുടെ 1/2 ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് ഈ ഒരു ഡോ തയ്യാറാക്കിയെടുത്താൽ മതി കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡോ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്തെടുക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഡോ നല്ല പോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു 15 മിനിറ്റ് ഇങ്ങനെ തന്നെ മാറ്റി വെക്കുന്നുണ്ട്. അതൊന്നും കൂടെ എൻലാർജ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്.
വെറ്റ് ക്ലോത്ത് വെച്ചിട്ടോ വല്ല പാത്രങ്ങൾ വെച്ചിട്ടോ അത് അടച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് തൽക്കാലം ഓവനിലോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് പിസ്സ സോസ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അതിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ടൊരു 3 അല്ലി വെളുത്ത ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2 ടൊമാറ്റോ മീഡിയം സൈസിലുള്ളതാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഹാഫ് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ടൊമാറ്റോൻ്റെ തൊലിയൊക്കെ ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഈ ടൊമാറ്റോ ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ടൊമാറ്റോ ഒരു 90% കുക്കായി വരുന്ന സമയത്ത് 1 ടീസ്പൂണ് ഉപ്പും 1 ടീസ്പൂണ് പഞ്ചസാരയും പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ പേസ്റ്റ് കൂടെ ചേർത്താൽ നല്ലൊരു കളറും നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റും കൂടെ കിട്ടും. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതൊന്ന് അടിയിൽ പിടിക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് നമുക്ക് ഈ ഒരു പിസ്സ സോസ് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓവനിൽ നിന്ന് ഈ ഒരു ഡോ മാറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലൊരു ഫോർക്ക് വെച്ച് ഇത് ഫുള്ളായിട്ടൊന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് ഒന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള പിസ്സ സോസ് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിസ്സ സോസിന് കൂടുതൽ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മുളക് പൊടി നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മൊസറല്ല ചീസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 180 ഗ്രാം മൊസറല്ല ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 100 ഗ്രാം ഞാൻ ഇതുപോലെ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാനുള്ളത് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാപ്സിക്കം മഞ്ഞയും പച്ചയും എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറി ടൊമാറ്റോസ് ആണ്. അത് ഇതുപോലെ നടു കീറിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് ഗ്രീൻ ഒലീവ്സും ബ്ലാക്ക് ഒലീവ്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒലീവ്സ് എന്തായാലും ചേർത്ത് കൊടുക്കുക, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ പിക്കിൾഡ് ആയിട്ടുള്ള ഒലീവ്സാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബാക്കി മൊസറല്ല ചീസും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് കുറച്ച് ഒലീവ്സും കൂടെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് ആവശ്യാനുസരണം വെജിറ്റബിൾസ് യൂസ് ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും ഒന്നുമില്ല, അത് നമ്മുടെ ഇഷ്ടാനുസരണം യൂസ് ചെയ്യാം. ഇനി നമുക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലോട്ട് നമ്മുടെ ഈ ഒരു ട്രേ വെച്ചെടുക്കാം. ഇതിൽ 10 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബേക്കിംഗ് മോഡിലാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതായത് താഴത്തെ കോയിൽ മാത്രം കത്തിച്ചോണ്ട് കേട്ടോ. അത് 180 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ 10 മിനിറ്റിൽ ഇത് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ട്രേ മുകളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഒരു 3 മിനിറ്റും കൂടെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഗ്രില്ലിംഗ് മോഡിൽ, അതായത് ടോപ്പ് റോഡ്സ് മാത്രം കത്തിച്ചുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് മുകൾ ഭാഗം ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും. ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബേസാണ് കേട്ടോ നമുക്ക് ഈ ഒരു റെസിപ്പിയിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ട് റെഡി ആവാത്തവർ ഇതുപോലെ ചെയ്ത് നോക്കുക, എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് കടയിൽ നിന്നും കിട്ടുന്നതിനെക്കാട്ടിലും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ.
കണ്ടില്ലേ, ഇത് നല്ല ചീസി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പിസ്സയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇൻഷാല്ലാ ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.